കേരളത്തിൽ മന്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആളാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ മൂപ്പര് റെസിപ്പി 1.5 മിനിറ്റ് ഉള്ളൂ. 1.5 മിനിറ്റോട് നമുക്ക് മന്തി ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ നാടൻ ബീഫാട്ടോ. അപ്പോൾ ഇതിനാണ് യൂട്യൂബിലൊക്കെ ചില ആന്റിമാർ കിടന്നിട്ട് 1.5 മണിക്കൂർ എടുക്കണത്. കേട്ടോ നോക്കിയും 3 കുകൽ നോക്കിയാൽ നിങ്ങൾക്ക് മന്തി റെഡി. വീട്ടിലെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും മന്തി? ഉണ്ടാക്കാം. ഒരു കോഴിയാണെന്ന് വെച്ചെങ്കിൽ ഒരു കോഴി 1 കിലോ റൈസ് കൊടുക്കുക. 1 കിലോ റൈസ് കൊടുക്കുക. കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ടങ്ങാണ്ട് അരി ആദ്യം വെക്കുക. നിങ്ങൾ രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖമാണ്. നല്ല നീളം കിട്ടുക ചെയ്യുക. അത് രാവിലെ നമ്മൾ പണിക്ക് ജോലി ചെയ്യാൻ ചോറ് വെക്കുന്ന ടൈമിൽ ഈ അരി നമ്മൾ അരിപ്പിയിൽ ഊറ്റി വെക്കുക. ഇങ്ങോട്ട് അതിൽ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ആദ്യം കുറച്ച് കുക്കറിൽ കുറച്ച് ഇഞ്ചിയും വെള്ളുള്ളി ഇട്ടിങ്ങാണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ ശേഷം അതിൽ കുറച്ച് ഏലക്ക, പട്ട, കറമ്പ് ഒരു 2-3 ഒരു കഷ്ണം പട്ട, ഏലക്ക, 2 മാഗി ട്യൂബ്, ഒരു ബ്ലാക്ക് നാരങ്ങ, ഇതെല്ലാം ഇട്ടിങ്ങാണ്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന്റെ ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ സാധാ വെള്ളമായാലും മതി, ഈ വെള്ളം ഇട്ട് കൊടുക്കുക. ലേശം ആടിന്റെ നെയ്യും കൂട്ടിയാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു പാട്ട വെള്ളം അരിയാണെങ്കിൽ 1.5 പാട്ട വെള്ളം അത് ഒഴിക്കുക. അത് ഒഴിച്ച് കഴിഞ്ഞ് അതിൽ കുറച്ച് നമ്മുടെ ക്യാപ്സിക്കും പിന്നെ ഒരു 5-6 ഉണ്ടമുളക് ഇട്ട് അതിലിട്ട് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ചെയ്യുക, ഈ ഇറച്ചി അതിലിടുക. അതിലിടുക. ആ ഇറച്ചി വന്ന ഒരു ഹാഫ് ഭാഗം അതിന്റെ ശേഷം എന്ത് ചെയ്യുക, ഈ അരി ഊറ്റി വെച്ച അതിലിടുക. ഇത് കഴിഞ്ഞാൽ 3 കൂക്ക് കൂക്കിന്റെ ശേഷം ഓഫാക്കി ഇടുക. 3 കൂക്ക് അത് കഴിഞ്ഞിട്ട് ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്തി റെഡി. അപ്പൊ ഇറക്കണ സമയത്ത് ലേശം ആർക്കഴിക്കാൻ പറ്റോ അതിന്റെ മേലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ബീഫ് ആയിട്ട് 3 കുക്കലായിട്ട് മന്തി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ.